കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കുവാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു. എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി. പരസ്യമായല്ല, രഹസ്യമായി. ജെറൂസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു, ഇവനെയല്ലേ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ അവൻ പരസ്യമായി സംസാരിക്കുന്നു. എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അവിടുത്തെ അറിയാം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു. അവിടുന്നാണ് എന്നെ അയച്ചത്. അവനെ ബന്ധിക്കുവാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിനെ ബന്ധിക്കുവാൻ, കർത്താവിൻ്റെ ജീവിതത്തിന് ഒരന്ത്യം വരുത്തുവാൻ യഹൂദർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സുവിശേഷം പറയുകയാണ്, എന്നാൽ ആർക്കും അവനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിരുന്നില്ല എന്ന്. യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതാണ്ട് 17 പ്രാവശ്യം സമയം ആയിട്ടില്ല, സമയം ആയി എന്നൊക്കെ ഈശോയുടെ ജീവിതത്തോട് അനുബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് ചെന്ന് ഈ വിവരം അവനെ അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 23-ാം വചനവും 13-ാം അധ്യായം 1-ാം വചനവുമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള സമയമായി എന്ന് ഈശോ അറിഞ്ഞു എന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ സമയം ആയി എന്നതിനർത്ഥം പിതാവിൻ്റെ ഹിതം പൂർത്തീകരിക്കുവാനുള്ള സമയമായി എന്നതാണ്. സമയം ആയി എന്നതിനർത്ഥം കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പിതാവ് കണക്കാക്കിയിരുന്ന പുത്രൻ്റെ ജീവിതത്തെ ഒരു ബലിയായി, സ്തോത്രബലിയായി അർപ്പിക്കുന്ന, യാഗബലിയായി അർപ്പിക്കുന്ന സമയം സമാഗതമായിരിക്കുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ നാം കാണുന്നുണ്ട്, അവനെ പിടിക്കുവാൻ ആർക്കും സാധിച്ചില്ല. കാരണം അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതായത് യഹൂദർ ഈശോയെ കൊല്ലുവാനായിട്ട് ആലോചിച്ചിരുന്നെങ്കിലും ഈശോയുടെ മരണമെന്നത് യഹൂദരുടെ കൈകളാൽ തന്നെ നടത്തപ്പെടണമെങ്കിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നത് മനുഷ്യൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സമയത്തിൻ്റെ തികവിലല്ല. അതിനുമപ്പുറം ദൈവം മനസ്സാൽ
പൂർണ്ണതയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു സമയമുണ്ട്. ദൈവിക പദ്ധതികൾ അതതിൻ്റെ പൂർണ്ണതയിൽ കൈവരിക്കപ്പെടുന്ന ഒരു സമയം, സമയത്തിൻ്റെ പൂർണ്ണതയിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈശോയുടെ മരണമെന്നത്. അതൊരു ബലിയാണ്. സകല മരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മരണത്തെ ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റിക്കൊണ്ട് നിത്യജീവൻ്റെ കവാടങ്ങൾ സകലർക്കും തുറന്നു കൊടുക്കുന്ന ഒരു സമയം, പൂർണ്ണതയുടെ സമയം. മനുഷ്യൻ ദൈവത്തോടൊപ്പമാകുവാനായിട്ട് തൻ്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചുകൊണ്ട് അവൻ്റെ മരണത്തിലൂടെ സകലരെയും നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്ത ഒരു സമയം. ആ സമയം മാറ്റുവാനോ ആ സമയത്തിൽ മാറ്റങ്ങൾ സംഭവിപ്പിക്കുവാനോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരാഗ്രഹിച്ചാലും അത് പൂർത്തീകരിക്കുവാനും സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരു സമയമല്ല കർത്താവിൻ്റെ മരണമെന്നത്. പുതിയ നിയമമാകുന്ന സ്നേഹത്തിൻ്റെ, കരുണയുടെ, മനുഷ്യരക്ഷയെ എന്നേക്കുമായി സ്ഥാപിതമാക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ സ്വീകരിച്ചത്. പ്രിയമുള്ളവരെ, ബലി പൂർത്തിയാക്കുവാനായിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ തൻ്റെ ജീവിതത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് കുരിശിൽ ജീവയാഗം നടത്തണമെന്ന ആ സമയം മനസ്സിലാക്കിയിട്ടാണ് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 31-ാം വചനത്തിൽ ഈശോ ജെറൂസലേമിലേക്ക് ഒരു ടേൺ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ മരണം ബലിയുടെ സമയമാണ്, രക്ഷയുടെ സമയമാണ്, വിടുതലിൻ്റെ, വിമോചനത്തിൻ്റെ സമയമാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പാചരണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഒരു നിമിഷം പോലും കൂട്ടിച്ചേർക്കുവാൻ സാധിക്കാത്ത വിധം അത്രമാത്രം പൂർണ്ണതയിൽ ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അത്രമാത്രം പൂർണ്ണതയിലാണ് ഈശോ ഈ ചരിത്രത്തെ വരെ കീറിമുറിച്ചുകൊണ്ട് മരണം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തത്. അത്രമാത്രം പൂർണ്ണതയിലാണ് നമ്മുടെ രക്ഷ ഈശോ കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ നമുക്ക് പകർന്നു തന്നത്. ഈ കർത്താവിൻ്റെ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും പറ്റിയൊക്കെ ധ്യാനിച്ചുകൊണ്ട് ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയിലൂടെ, പരിത്യാഗ പ്രവൃത്തിയിലൂടെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ ഒരു കാര്യം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കണം. എനിക്ക് എൻ്റെ രക്ഷയുടെ സമയം നഷ്ടപ്പെടുത്തിക്കൂടാ. ഒരു നിമിഷം പോലും എൻ്റെ രക്ഷയുടെ നിമിഷം എനിക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. ആ രക്ഷയുടെ നിമിഷം ഒരിക്കൽ കൂടി ഈ നോമ്പുകാലത്തിലൂടെ ഈശോ എനിക്ക് കരഗതമാക്കുവാൻ വേണ്ടി എൻ്റെ മുന്നിലേക്ക് വെക്കുകയാണ്. മകനെ, മകളെ, ഇതാണ് സമയം, ഇതാണ് വഴി. മാനസാന്തരത്തിൻ്റെ ആ വലിയ വഴിയിലൂടെ ഈശോയെ അറിയുവാൻ, ഈശോയെ സ്നേഹിക്കുവാൻ, എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിത്യജീവൻ്റെ കവാടങ്ങൾ സമയത്തിൻ്റെ തികവിൽ ഈശോ എൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വലിയ തുറവിയോടെ ആ നിത്യതയുടെ കവാടത്തിലൂടെ കടന്ന് ഈശോയെ സ്നേഹിക്കുവാനായിട്ട് മുന്നോട്ട് പോകണം. ഈ നോമ്പുകാലം അതിനായിട്ട് നമ്മെ സജ്ജമാക്കട്ടെ. കൃപയുടെ അഭിഷേകത്തിൻ്റെ വലിയ തുറവി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവട്ടെ. കർത്താവ് നമ്മെ സംരക്ഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.